അപ്പോൾ ഇന്ന് LD ക്ലർക്ക് എക്സാം ആയിരുന്നു. ഇത്ര എളുപ്പമുള്ള ഒരു പരീക്ഷ ഞാൻ മാത്സിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മറ്റു വിഷയങ്ങളിൽ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ കണക്കിന്റെ കാര്യമാണ് പറയുന്നത്. 10 ചോദ്യങ്ങൾ അങ്ങനെ എളുപ്പമുള്ള 10 ചോദ്യങ്ങളായിരുന്നു. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. അതിൽ എല്ലാ തരം ചോദ്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. അതിൽ 1-2 ചോദ്യങ്ങളുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി മാത്സിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരുന്നു. അതേപോലെയുള്ള ചോദ്യങ്ങളാണ് ചോദ്യം. നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എല്ലാം. അതിൽ ടൈം ആൻഡ് വർക്കിലെ ആണെങ്കിലും അതുപോലെ എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതെല്ലാം നമ്മൾ പല ഷോർട്ട് വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ QA ഫുൾ ടോപ്പിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ അത് കണ്ടിട്ട് പോയിട്ടുള്ള കുട്ടികൾക്ക് മുഴുവൻ ചോദ്യങ്ങളും എഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഈ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പരീക്ഷ എന്തായാലും കഴിഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, ഇനിയും വരുന്ന എക്സാമുകളുണ്ടല്ലോ, മറ്റ് ജില്ലകൾക്ക് വേണ്ടിയുള്ള പരീക്ഷകളും ഒക്കെ ഉണ്ട്. സോ അതിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. സോ എന്തായാലും നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് കിടക്കാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. വേറൊരു കളർ എടുത്തോട്ടെ. യെസ്, ഈ വിൽപ്പന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക്ഡ് പ്രൈസ് ആണ് കേട്ടോ. സോ മാർക്ക്ഡ് പ്രൈസ് എത്രയാണ് മക്കളെ? 840. സെല്ലിംഗ് പ്രൈസ് എത്ര രൂപയ്ക്ക് വിറ്റു? 714. സോ 840 രൂപ വിലയുള്ള സാധനം 714 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇവൻ എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. 840 രൂപ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചേക്കുന്ന വിലയാണ്. ഇയാൾ കൊടുത്ത ഡിസ്കൗണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇയാൾ എത്ര രൂപയ്ക്ക് വിറ്റു. 840 എഴുതി വെച്ചേക്കുന്ന സാധനം 714 രൂപയ്ക്കാണ് ഇയാൾ വിറ്റത്. അപ്പോൾ എത്ര രൂപ ഇയാൾ കസ്റ്റമറിന് കുറച്ച് കൊടുത്തു? എത്ര രൂപ കുറച്ച് കൊടുത്തു? 126 രൂപ കുറച്ച് കൊടുത്തു. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സാധനം എപ്പോഴും മാർക്ക്ഡ് പ്രൈസിനാണ് കിട്ടുക. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വളരെ വിശദമായിട്ട് നമ്മളിത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു ക്ലാസ് കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പാട്ടും പാടിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യാമായിരുന്നു. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് മക്കളെ 126, മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുമ്പം 840 ഇൻറ്റു 100. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എത്ര കിട്ടും? 15% എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 15%. ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ, 15%. സോ ആൻസർ എത്രയാണ്? ബി. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ആവറേജസിൽ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുവാണ്, ആ QA ഫുൾ ടോപ്പിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കണേ. 10 പൈസയുടെ ചിലവ് നിങ്ങൾക്കില്ല. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അത് കിടപ്പുണ്ട്. അതിൽ കുറേ വീഡിയോസ് ഉണ്ട്. അതെല്ലാം ഒന്ന് കണ്ടിട്ട് പോവുകയാണെങ്കിൽ ഇനിയും വരുന്ന പരീക്ഷകൾക്കും മറ്റ് ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്കത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു പൈസ പോലും നിങ്ങൾക്ക് ചിലവില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് കണ്ട് പഠിക്കാം. അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, ഇവിടെ നോക്കിക്കോ. ഇത് 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇപ്പോൾ 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഉടനെ എന്ത് ചെയ്യുമെന്നറിയോ ചിലർ? 66 ഇൻറ്റു 11 കണ്ടുപിടിക്കും. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ, അതായത് 12 സംഖ്യകളായി, ശരാശരി എത്രയായി? 72 ആയി. അപ്പോൾ ഇവിടെ ഒരു തുക കണ്ടുപിടിക്കും, ഇവിടെ ഒരു തുക കണ്ടുപിടിക്കും, എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കും. സോ അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ 2 തുക നിങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യം ഈ ഒരു തുക 11 സംഖ്യകളുടെ തുക, പിന്നെ 12 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം, എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി. അപ്പോൾ തുക അല്ലെങ്കിൽ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ഈ ആവറേജിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ആവറേജ് എന്ന് പറയുന്ന 66നെ 11 എന്ന് പറയുന്ന എണ്ണം കൊണ്ട് ഗുണിച്ചു. ഇവിടെ 72 എന്ന് പറയുന്ന ആവറേജിനെ 12 എന്ന് പറയുന്ന എണ്ണം കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഈ 2 തുക കിട്ടും. ഈ 2 തുകയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പുതിയതായി ചേർത്ത സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കല്ലാതെ ഈ സം എടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 11 സംഖ്യകളുടെ ശരാശരി 66 ആണല്ലോ. ഞാൻ നേരിട്ട് ആ 12ാമത്തെ സംഖ്യ എങ്ങ് കണ്ടുപിടിക്കുക. 12ാമത്തെ നമ്പർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഗ്രൂപ്പ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ആവറേജിൽ നമ്മളിത് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയട്ടെ.
11 സംഖ്യകളുടെ ശരാശരി 66. 12ാമത് ഒരുത്തം വന്നപ്പം ഈ 66 എന്നുള്ള ആവറേജ് കൂടി എത്രയായി? 66 എത്രയായി? 72ആയി. അപ്പോൾ 66 എന്നുള്ളത് എത്ര കൂടി? 6 കൂടി. അപ്പോൾ പുതുതായിട്ട് വന്നവൻ്റെ ശരാശരി അല്ല, പുതുതായിട്ട് വന്ന സംഖ്യ എന്ന് പറയുന്നത് ഈ 66-നേക്കാളും കൂടുതലായിരിക്കും. എത്ര കൂടുതലായിരിക്കും? കാരണം 66 എത്ര കൂടുതലായിരിക്കും എന്നല്ല, 66 എന്ന് പറയുന്ന സംഖ്യയെക്കാളും കൂടുതലാണോ കുറവാണോ? നിങ്ങൾക്ക് ഇവിടെ പ്ലസ് സൈൻ ഇടാവോ മൈനസ് സൈൻ ഇടാവോ? പ്ലസ് സൈൻ ഇടാം. കാരണം എന്താ? അയാൾ വന്നതുകൊണ്ട് ആവറേജ് കൂടുക. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 11 സംഖ്യകളുടെ ആവറേജ് 66 ആണ്. 66 തന്നെ വാല്യൂ ഉള്ള ഒരാൾ, ഈ പുതുതായിട്ട് വരുന്ന 12ാമത്തെ നമ്പർ 66 തന്നെ ആയിരുന്നെങ്കിൽ ആവറേജിന് ഒരു മാറ്റവും വരുത്തില്ലായിരുന്നു. ആവറേജ് റിമൈൻസ് ദ സെയിം. പക്ഷേ ഈ എന്ത് സംഭവിച്ചു? ഈ ആവറേജ് കൂടി, അല്ലെങ്കിൽ ഈ 66 എന്നുള്ളത് 72 ആയിട്ട് കൂടി എന്ന് പറയുമ്പോൾ വന്ന ആള് 66-നേക്കാളും കൂടുതലാണ്. ഇനി അയാൾ വരുന്നത് കൊണ്ട് അവിടെ എന്താ സംഭവിച്ചേ? ആവറേജ് കൂടി. ആവറേജ് എത്ര കൂടിയേ? 6. 66 എന്നുള്ളത് 72 ആയി. അപ്പോൾ എത്ര കൂടി? 6 കൂടി. ആവറേജ് ആണ് 6 കൂടിയത്. ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ അല്ല കൂടിയത്, ആവറേജ് ആണ് 6 കൂടിയത്. എന്താണ് ആവറേജ് എന്ന് പറഞ്ഞാൽ? റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആണ് ആവറേജ് എന്ന് പറയുന്നത്. സോ ആവറേജ് 6 കൂടിയാൽ അവിടെയുള്ള എല്ലാവർക്കും ആ 6ന്റെ ഇൻക്രീസ് ഉണ്ടാകും എന്നൊരു അസംഷൻ ആണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ 6 വെച്ച് എത്ര പേർക്ക് കൂടും? 11 ആയിരുന്നു, ഒരാളുകൂടി വന്നു, എത്രയായി? 12 പേർക്ക് കൂടും. സോ 66 + 12 × 6 72. എത്ര കിട്ടും? 6 × 2 8, 7 6 13, 138 എന്ന് കിട്ടും. ഓപ്ഷൻ എ 138. കണ്ടോ? വളരെ ഈ ഒരു രീതി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരു 10 ചോദ്യം ചെയ്ത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈവൻ മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 66 + 12 6 72. 72 66 എത്ര എന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മറ്റേ ആ 2 സം എടുത്ത് കുറച്ച് ചെയ്യേണ്ട. വളരെ പെട്ടെന്ന് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ, ആവറേജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിൽ QA ഫുൾ ടോപ്പിക്സിൽ ഇത് കിടപ്പുണ്ട്. ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്റർ കിടപ്പുണ്ട്. കണ്ടു നോക്കുക. നിങ്ങൾക്കത് എന്തായാലും വെറുതെ ആവത്തില്ല. ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു. ഈ 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ. 30 മിനിറ്റ് കൂടെ കൂട്ടുമ്പോൾ എത്ര മക്കളെ? 90 മിനിറ്റ്. ഇവിടെ 90 മിനിറ്റ് കൊണ്ടാണ് 3 പൈപ്പുകൾക്ക് ഈ ടാങ്കിനെ നിറയ്ക്കാൻ പറ്റിയത്. ഇപ്പോഴോ? ഇപ്പം എത്ര പൈപ്പേ ഉള്ളൂ? 2 പൈപ്പുകൾ. ഇപ്പം എത്ര പൈപ്പേ ഉള്ളൂ? 2 പൈപ്പേ ഉള്ളൂ. 2 പൈപ്പിന് എത്ര സമയം വേണം? ബ്രോക്കൺ ചെയിൻ പഠിപ്പിച്ചപ്പോൾ ചോദ്യമായിരുന്നു. ഇതെന്തിനാ ബ്രോക്കൺ ചെയിൻ ഉപയോഗിക്കുന്നത്? എക്സും വൈയും വെച്ച് വളരെ എളുപ്പം ചെയ്തുകൂടെ? മുട്ടായിയുടെ കണക്കിനൊക്കെ എന്തിനാണോ ബ്രോക്കൺ ചെയിൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ഇതുപോലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വരുമെന്ന് എനിക്കറിയാം. മക്കളെ, ബ്രോക്കൺ ചെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഇത് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ബ്രോക്കൺ ചെയിൻ വേണ്ട, ചിലർക്ക് ബ്രോക്കൺ ചെയിനോട് പുച്ഛമാണ്. പുതിയതിനെ എല്ലാത്തിനെയും നമ്മൾ ആദ്യം എതിർക്കും. അതാണല്ലോ നമ്മുടെ ഒരു രീതി. എന്നിട്ട് നമ്മൾ പഴയ കഞ്ഞി, പഴയ ചട്ടിക്കളം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. സോ 3 പൈപ്പിന് 90 മിനിറ്റ് ആണെങ്കിൽ ഒരു പൈപ്പിന് എത്ര എന്ന് ആലോചിച്ച് നോക്ക്. എഫിഷ്യൻസി 3 മടങ്ങ് കുറഞ്ഞു. അപ്പോൾ ടൈം എന്ത് ചെയ്യും? 3 മടങ്ങ് കൂടും. കാരണം ടൈമും എഫിഷ്യൻസിയും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ഒരു പൈപ്പിന് എത്ര മിനിറ്റ് ആണ്? 270 മിനിറ്റ് ആണ്. ഓക്കെ, ഇനി 2 പൈപ്പിൻ്റെ കണ്ടുപിടിക്കാമോ? കണ്ടുപിടിക്കാം. 2 പൈപ്പിൻ്റെ എത്ര? ഒരു പൈപ്പിന് 270 മിനിറ്റ് ആണെങ്കിൽ 2 പൈപ്പിന് എത്ര? എഫിഷ്യൻസി 2 മടങ്ങ് കൂടി. ഒരു പൈപ്പ് എന്നുള്ളത് 2 പൈപ്പായി. എഫിഷ്യൻസി ഇരട്ടിയായി. ടൈം എന്താകും? പകുതിയാകും. എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. 270ൻ്റെ പകുതി എത്ര? 270നെ പകുതി കൊണ്ട് ഹരിച്ചാൽ 135 മിനിറ്റ്. 135 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറും മിനിറ്റ് ആക്കുമ്പോൾ എത്ര? 1 മണിക്കൂർ 60 മിനിറ്റ് ആണോ കുഞ്ഞെ? അതെ. അപ്പോൾ 2 മണിക്കൂർ എത്ര? 120 മിനിറ്റ് ആയി. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 135 120 പോയി കഴിഞ്ഞാൽ ബാക്കി 15. 2 മണിക്കൂർ 15 മിനിറ്റ്. എൻ്റെ പൊന്നു മക്കളെ, ഇത് തന്നെയാണ് ബ്രോക്കൺ ചെയിനും പറയുന്നത്. എന്തുവാ? 90 മിനിറ്റ് കൊണ്ട് 3 പൈപ്പാണെങ്കിൽ 2 പൈപ്പിന് എത്ര മിനിറ്റ്? ഒറ്റ അടിക്ക് നിങ്ങൾക്ക് ചെയ്യാം.
90 ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളിനെ ഇങ്ങ് എടുക്കുക. 90 ഇൻറ്റു ഇവിടെ നോക്കിക്കേ, എഫിഷ്യൻസി കുറഞ്ഞു, അപ്പം ടൈം കൂടണം അല്ലേ? ഇപ്പം 90-നേക്കാളും വലുത് കിട്ടണം. വലുത് കിട്ടണമെങ്കിൽ വലുത് ബൈ ചെറുത് 3/2. ഈ രണ്ടും 90 വെട്ടുമ്പോൾ 45. 45 ഇൻറ്റു 3 135. കണ്ടോ? അതിനെ മണിക്കൂറും മിനിറ്റും ആക്കിയാൽ മതി. സോ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുക, അത് വെച്ച് പഠിക്കുക. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് അന്വേഷണം അല്ലെ അതിൻ്റെ അപ്പുറത്ത് അതിനെ പുച്ഛിച്ച് തള്ളാതിരിക്കുക. ഇതേപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാം. എന്തായാലും നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല അല്ലേ? എൻ്റെ മുൻപിൽ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരു കുഞ്ഞിന് നല്ലത് വരണം, അയാൾക്ക് എത്രയും പെട്ടെന്ന് സ്കോർ ചെയ്തിട്ട് പോകണം, അയാൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവണം എന്ന് വിചാരിച്ചുള്ള കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. നിങ്ങൾക്ക് പണി തരാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല കേട്ടോടേ. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എന്ത്? ഇത്ര ഗതികെട്ടൊരു ചോദ്യം ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. അതായത് ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് എന്ത് ചോദ്യമാണ് ഇതൊക്കെ? നമ്മളെ അങ്ങ് വെറും നമുക്കൊന്നും അറിയാത്തവരാണെന്ന് തോന്നിച്ചിട്ടാണോ ഇവർ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല. 2k+1 ഇൻറ്റു 2⁵ ഈസ് ഈക്വൽ ടു 2�7. 2⁵ ഈ സാധനം കൂടെ കൂട്ടുമ്പോൾ 7 കിട്ടണം. കാരണം a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണല്ലോ. അതെ, അപ്പോൾ ഈ 5ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 7 കിട്ടുക? a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n അല്ലേ? 5ൻ്റെ കൂടെ എത്ര കൂട്ടണം? 2 കൂട്ടണം. 2⁵ കൂടെ 2⁵ കൂട്ടിയാലേ 2�7 കിട്ടത്തുള്ളൂ. സോ 2⁵ ഇൻറ്റു 2⁵ ആണ് വരേണ്ടത്. അപ്പോൾ ഈ 2k+1 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2⁵ ആണ്. അതായത് k+1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ k എത്ര ആയിരിക്കും? 1 ആയിരിക്കും. കാരണം 1ൻ്റെ കൂടെ k കൂട്ടിയല്ല 2 കിട്ടുന്നത്. അപ്പോൾ k എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇത്ര ഒന്നും ആലോചിക്കണ്ട. 5ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 7 കിട്ടും. കാരണം ഇവിടെ ഇൻറ്റു ആണ് കിടക്കുന്നത്. a⁻m ഇൻറ്റു a⁻n. അപ്പോൾ m+n വരേണ്ടത്. അപ്പോൾ 5 × 2 7. സോ k+1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ k എത്രയാണ്? 1 ആണ്. സോ ആൻസർ ഓപ്ഷൻ A 1. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. ചോദ്യം ഇച്ചിരി ഒരു മര്യാദ കാണിക്കാമായിരുന്നു. എ ഒരു ജോലി എന്നൊക്കെ പറയണമായിരുന്നു. പോട്ടെ. എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? മക്കളെ, വളരെ പെട്ടെന്നാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ചോദ്യം ചെയ്യാം. എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കും. സോ എ ഒരു ജോലി x ദിവസം കൊണ്ട് ചെയ്യും. എ ഒരു ജോലി x ദിവസം കൊണ്ട് ചെയ്യും. എയും ബിയും കൂടെ ചേർന്ന് ആ ജോലി y ദിവസം കൊണ്ട് ചെയ്യും. ഇവിടെ നോക്കി, എയും ബിയും കൂടെ ചേർന്ന് 12 ദിവസം എടുക്കുന്നു. സോ എ ഒറ്റയ്ക്ക് x ദിവസം എന്ന് പറയുമ്പോൾ 20 ദിവസം, എയും ബിയും കൂടെ y ദിവസം 12. അപ്പോൾ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും എന്ന് ചോദിച്ചാൽ AB ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എക്സും വൈയും എടുത്തത് കൊണ്ട് XY ഡിവൈഡഡ് ബൈ x മൈനസ് y എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ x × y എന്ന് പറയുമ്പോൾ 20 × 12 ഡിവൈഡഡ് ബൈ പിന്നെന്താ a-b അല്ലേ? x മൈനസ് y എന്ന് പറയുമ്പോൾ 20 - 12 എത്ര കിട്ടും? 8. സോ 4 ഇവിടെ 2 പ്രാവശ്യം, 4 ഇവിടെ 3 പ്രാവശ്യം. 2നെയും 20 കൊണ്ട് കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10. 10 × 3 30 ദിവസം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എത്ര? 30 ഡേയ്സ്. സോ ഇതൊരു ഷോർട്ട് കട്ടാണ്. ചിലർക്ക് ഷോർട്ട് കട്ട് പോരാ, ഉത്തരം കിട്ടിയാൽ പോരാ, അവർക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയണം. എനിക്ക് തോന്നുന്നു പഠിപ്പിക്കാൻ പോകണമെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് ഇനി കാര്യകാരണങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ അതുകൂടെ പറഞ്ഞുതരാം. സോ നോക്കിക്കോ, ഇങ്ങോട്ട് നോക്കിക്കോ. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ടാണ്. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് ചിലർക്ക് ക്ലിയർ ആവണം, അതുകൊണ്ട് പറയുകയാണ്. എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. സോ ഇത് ടൈമാണ്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സമയത്തിൻ്റെ LCM. എന്തുകൊണ്ടാണ് LCM എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ സൗകര്യമില്ല. ഞാൻ ടൈം ആൻഡ് വർക്കിൻ്റെ വിശദമായിട്ട് ഘോര ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അത് തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളൂ. സോ താല്പര്യമുള്ളവർ അത് പോയി കാണുക. സോ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു LCM ഓഫ് 20 12 എത്ര കിട്ടും? 60. ഇനി LCM എങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ല എങ്കിലും നമ്മളത് അവിടെയും വിശദമായി പറയുന്നുണ്ട്. സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് എഫിഷ്യൻസി. സോ 60 ഡിവൈഡഡ് ബൈ 20 3, 60 ഡിവൈഡഡ് ബൈ 12
5. സോ മക്കളെ എയുടെ മാത്രം എഫിഷ്യൻസി 3, എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 5. സോ എയുടെ എഫിഷ്യൻസി 3 എന്നെടുത്താൽ 3 പ്ലസ് ബിയുടെ എഫിഷ്യൻസി ആയിരിക്കും 5. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 5 മൈനസ് 3 2. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ടൈം ഓഫ് ബി അല്ലേ? ബി മാത്രം ചെയ്യുന്ന സമയം. എന്തുവാ? വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. വർക്ക് എത്ര? മൊത്തം ജോലി ടോട്ടൽ വർക്ക് 60 ഡിവൈഡഡ് ബൈ ബിയുടെ മാത്രം എഫിഷ്യൻസി എത്ര? 2. 60 ഡിവൈഡഡ് ബൈ 2 30. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യം. ഇത്ര ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. എയും ബിയും കൂടെ ഒരു ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ എ ഒരു ജോലി ചെയ്യാൻ എക്സ് ദിവസം എടുക്കുന്നു, എയും ബിയും കൂടെ ഒരു ജോലി ചെയ്യാൻ വൈ ദിവസം എടുക്കുന്നെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും? XY ഡിവൈഡഡ് ബൈ X മൈനസ് Y ഡേയ്സ് എടുക്കും എന്ന് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് നമുക്ക് ആ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. എല്ലാ ചോദ്യങ്ങളും അങ്ങ് എളുപ്പമായി പോയി എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. ഇവന്മാർക്ക് എവിടെയെങ്കിലും ഇട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന് PSCക്ക് തോന്നി. പക്ഷേ ഒത്തില്ല. ഈ ചോദ്യം വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല ആണെന്ന് അങ്ങനെ പിള്ളേർക്ക് ചെറുതായിട്ടൊരു പണി. കുറേ പേര് ഇതിൽ സ്ട്രഗിൾ ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലടെ, എല്ലാം കൂടെ കൂട്ടുക. ഒന്നുമില്ല മക്കളെ, എല്ലാം കൂടെ എടുത്ത് വെച്ച് കൂട്ടുക. 2 + 5 + 6 + 3 + 1, അതായത് 5 × 2 7, 6, 13, 3, 16, 1, 17. ഇവിടെ എത്ര നോക്കിക്കേ? 5 × 2 7, 1, 8, 6, 14, 3, 17. ഓക്കെ, ഇവിടെ നോക്കിക്കേ 3, 3, 6, 4, 10, 4, 14, 2, 16. അപ്പോൾ ഇവിടെ നോക്കിക്കേ 3, 4, 7, 4, 11, 2, 13, 4, 17. അമ്പടാ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 17 കിട്ടുന്നുണ്ട്. 3 എണ്ണത്തിൽ എയും ബിയും ഡിയും. സി മാത്രമാണ് എത്ര കിട്ടുന്നത്? 16 കിട്ടുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. സോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം കൂട്ടി നോക്കിയാൽ മതി. ചിലർ 3 കൊണ്ട് ഹരിച്ച് നോക്കി, 7 കൊണ്ട് ഹരിച്ച് നോക്കി, പ്രൈം നമ്പർ നോക്കി, അത് നോക്കി, ഇത് നോക്കി, രക്ഷയില്ല. സോ ഇതാണ്, ജസ്റ്റ് ചുമ്മാ നമ്പർ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ അടുത്ത ചോദ്യം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിളിൽ യാത്ര ചെയ്തു. പിന്നീട്, അപ്പം ഇത് നമ്മുടെ ഒരു വിഷയമല്ല എങ്കിലും പോട്ടെ, ഡയറക്ഷൻസ് മക്കളെ എങ്ങനെ മാർക്ക് ചെയ്ത് നോക്കണം? ഒരു കുരിശ് വരയ്ക്കുക, എന്നിട്ട് നോർത്ത്, സൗത്ത്, പിന്നെ വി, നമ്മൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി എന്ന് ഓർക്കുക, WE വെസ്റ്റ്, അതായത് വെസ്റ്റ് ഈസ്റ്റ്. ഇനി എന്താ പറഞ്ഞത്? ഈ രാജു എന്ന് പറയുന്നവൻ 8 കിലോമീറ്റർ വടക്കോട്ട്, അപ്പോൾ ഇങ്ങനെ പോയി, ഇതാണ് 8 കിലോമീറ്റർ വടക്കോട്ട്. അവിടെ നിന്ന് അവൻ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ അവൻ സഞ്ചരിച്ചു. സോ ഇതാണ് 2 കിലോമീറ്റർ. അപ്പോൾ ഇവൻ അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇവൻ്റെ ലെഫ്റ്റും ഇത് ഉസ്കാ റൈറ്റ്. സോ അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് അവൻ 1 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചു. അപ്പോൾ ഇവനിപ്പോൾ ഇങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്. ഇവൻ എങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്? ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലേക്കാണ്, എങ്ങോട്ടാണ് അവൻ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു. എങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്? സൗത്ത്. സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്, തെക്ക്, തെക്ക്. സോ ആൻസർ ഓപ്ഷൻ ബി, തെക്ക്. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ത്രികോണമൊക്കെ വരയ്ക്കുന്ന ചോദ്യമൊക്കെ വരും, പൈതഗോറസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും, ഡിസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതുപോട്ടെ. സോ വളരെ എളുപ്പമുള്ള ചോദ്യം. സോ അടുത്തത്, ഹലോ എന്ന വാക്ക് എളുപ്പമാണ്. HELLO, ഹലോ എന്ന വാക്ക് KHOOR എന്നാണ് കോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, H കഴിഞ്ഞ് IJ, അപ്പോൾ 2 അക്ഷരം ചാടി. E കഴിഞ്ഞ് F കഴിഞ്ഞെന്തായിരുന്നു? EFG, ദൈവമേ, FG കഴിഞ്ഞ് H, അവിടെയും 2. L കഴിഞ്ഞ് MNO, അവിടെയും 2. അപ്പോൾ അങ്ങനെ. പിന്നെ O കഴിഞ്ഞ് PQR, അപ്പോൾ 2 അക്ഷരം വീതം ചാടുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട? വേൾഡ്, WORLD. സോ W കഴിഞ്ഞ് 2 എണ്ണം, W കഴിഞ്ഞ് എന്തുവാ? X, Y കഴിഞ്ഞ് Z. അപ്പോൾ തന്നെ താണ്ടി ഇവനെ അങ്ങോട്ട് നോക്കി വെച്ചോണം. ഓക്കെ, വേറെ ആരും ഇല്ല അവിടെ. കാരണം നൺ ഓഫ് ദിസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് PSC തേഞ്ഞു, കാരണം ഉത്തരം കിട്ടി നമുക്ക്. ഇനി നമ്മൾ നൺ ഓഫ് ദിസ് ഇല്ലല്ലോ, അപ്പോൾ ഇതായിരിക്കുമല്ലോ. വേറെ Z തുടങ്ങുന്ന ഒന്നുമില്ല. അതാണ് പറഞ്ഞ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അതിന് നിങ്ങൾക്ക് ടഫാക്കാൻ വേണ്ടി ഉമ്മാരെ എല്ലാ Z തുടങ്ങുന്ന ഇട്ടുകളെ. അപ്പോൾ പിന്നെ ഇനിയും ബാക്കി നോക്കേണ്ട ആവശ്യമില്ലെങ്കിലും പോട്ടെ. O എന്ന് പറയുമ്പോൾ എന്താണ്? 2 അക്ഷരം കഴിഞ്ഞ് PQR. R കഴിഞ്ഞിട്ട് Sയും Tയും കഴിഞ്ഞിട്ട് U. L കഴിഞ്ഞിട്ട് M, N കഴിഞ്ഞിട്ട് O. D കഴിഞ്ഞിട്ട് Eയും Fയും കഴിഞ്ഞിട്ട് G. സോ ദി ആൻസർ ഈസ് ZRUOG. കേട്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ. ഇപ്പോൾ ഇവിടെ 4, 7, 12 ഡാഷ് എന്ന ചോദ്യം. മക്കളെ 4ഉം 3ഉമാണ് 7.
7ഉം 5ഉം ആണ് 12. അപ്പോൾ ഈ 3ഉം 5ഉം എന്ന് പറയുമ്പോൾ അടുത്തടുത്ത പ്രൈം നമ്പേഴ്സ് ആണ്. സോ 3ഉം 5ഉം കഴിഞ്ഞ് അടുത്ത വരുന്ന പ്രൈം നമ്പർ 6 പ്രൈം നമ്പർ ആണോ? അല്ല. 7 പ്രൈം നമ്പർ ആണോ? അതെ. സോ തീർച്ചയായിട്ടും 7 കൂട്ടുക. 12ഉം 7ഉം എത്ര കിട്ടും? 19 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നോക്കിക്കേ, 19 കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ അടുത്ത ചോദ്യം, എ എന്നത് പ്ലസ് ചിഹ്നത്തെയും ബി എന്നത് മൈനസ് ചിഹ്നത്തെയും സി എന്നത് ഇൻറ്റു എന്ന ചിഹ്നത്തെയും സി എന്നത് ഹരണത്തെയും ഡി എന്നത് ഗുണനത്തെയും സൂചിപ്പിച്ചാൽ 18 എ 12 സി 6 ഡി 2 ബി 5 എന്നിട്ട് സൂചിപ്പിക്കുന്നു. അത് നിങ്ങൾ ഈ ചിഹ്നമൊന്നും ഇല്ലാതെ അങ്ങോട്ട് എഴുതുക. 18 12 6 2 പിന്നെ 5. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ്. ബി എന്ന് പറഞ്ഞാൽ എന്താ? എ. അപ്പോൾ ഇവിടെ 18ൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് വരും? എ വരും. പിന്നെ ഇവിടെ 12ൻ്റെ 6ൻ്റെ ഇടയ്ക്ക് സി ആവുന്നേക്കുന്നത്. സി എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ഡിവിഷൻ. പിന്നെ 6ൻ്റെയും 2ൻ്റെ ഇടയ്ക്ക് ഡി ആവുന്നേക്കുന്നത്. ഡി എന്ന് പറഞ്ഞാൽ എന്തോ? ഇൻറ്റു. പിന്നെ 2ൻ്റെ 5ൻ്റെ ഇടയ്ക്ക് ബി ആവുന്നേക്കുന്നത്. ബി എന്ന് പറയുമ്പോൾ എന്തോ? മൈനസ്. അപ്പോൾ ഇനി നോക്കുക, 12/2 എത്ര കിട്ടും? 12/6 എത്ര കിട്ടും? 12/6 2 അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 18 പ്ലസ് 12/6 2 ഇൻറ്റു 2 മൈനസ് 5. സോ 18 പ്ലസ് 4 മൈനസ് 5 അല്ലേ? 18 പ്ലസ് 4 മൈനസ് 5. 18 4 എത്ര മക്കളെ? 22. 22ൽ നിന്ന് 5 കുറച്ച് എത്ര കിട്ടും നമുക്ക്? 17 എന്ന ആൻസർ കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 17. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു. മാത്സിൻ്റെ ഈ 10 ചോദ്യങ്ങളും വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അങ്ങേറ്റം സിമ്പിളായിട്ടുള്ള പരീക്ഷയായിരുന്നു. സോ ഇനിയും വരുന്ന എക്സാമുകൾ, അടുത്ത സ്ലോട്ടുകളും എല്ലാം ഇതേപോലെ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എനിക്ക് പറയാനുള്ളത്, കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എനിക്ക് അതല്ലാതെ മറ്റൊന്നും നിങ്ങളോട് പറയാനില്ല. എല്ലാ ക്ലാസ്സിലും എല്ലാ വീഡിയോയുടെയും തുടക്കത്തിലും അവസാനത്തും ഇടക്ക് ഒക്കെ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ QA ഫുൾ ടോപ്പിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് അത് കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്കിനി വീണ്ടും കാണാം.